Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇമാറത്തി ഹരീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കണ്ണൂർ അലീസയുടെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനെടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ, നിങ്ങൾക്കത് അപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്രഷ്ഡ് വീറ്റ് ജെറീഷൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഇത്, ഹരീഷ് ജെറീഷൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ക്രഷ്ഡ് വീറ്റാണ്. അപ്പോൾ അതിനെ നമ്മൾക്ക് ഒന്ന് നല്ല പോലെ കഴുകിയെടുക്കാം. നമ്മൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഇതെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനൊരു 100 ഗ്രാം ചിക്കനും കൂടിയാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് കഴുകിയിട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നുണ്ട്. ഇതൊരു 5-6 പേർക്ക് നല്ല പോലെ കഴിക്കാൻ പറ്റുന്നുണ്ട് ഇത്ര ക്വാണ്ടിറ്റി എടുത്താൽ. ഇതൊരു അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇതിനെ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാന്ന്. അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ ഒന്നിച്ചുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഈ ചിക്കനും കൂടി അതിലേക്ക് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഹാഫ് പോർഷൻ മാത്രം സവാള അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് 3 ഗ്രാമ്പൂ, 1 പീസ് പട്ട, അത്രയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടെടുക്കുന്നുള്ളത്. പിന്നീട് ചെറിയ 1 പീസ് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയിൽ അതൊരു 3-4 അല്ലി വെളുത്തുള്ളിയും ചെറുതായി നുറുങ്ങി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ്. അങ്ങനെ 3-3.5 കപ്പ് വെള്ളം ഞാൻ മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 5 വിസിൽ വരുന്നത് വരെ നമ്മൾക്ക് ഇതിനെ വേവിച്ചെടുക്കാം. ഇത് 5 വിസിൽ വന്നതിന് ശേഷം നമ്മൾ കാണാം. ആ ടൈമിലേക്ക് നമ്മൾ ഇതിലേക്ക് സവാള വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ല ഗീയാണ്, 1/2 kg ഗീയാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇവിടെ ഒന്ന് സോട്ടാവാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ടൈമിൽ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഗ്രാമ്പും പട്ടയൊക്കെ ആദ്യം നമ്മൾക്ക് അതിൽ നിന്ന് എടുത്തു മാറ്റാം. ചിക്കനും എടുത്തു മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒരു 2 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. നോർമൽ ഫ്രഷ് മിൽക്കില്ലേ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. തേങ്ങാപ്പാൽ കൊക്കോനട്ട് മിൽക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒന്ന് നല്ല പോലെ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ചിക്കനൊക്കെ മാറ്റിയെടുത്തിട്ടില്ലേ, അപ്പോൾ അതിനൊക്കെ ഒന്നിങ്ങനെ ഇതുപോലെ പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടാണ് ഇതിനെ ഒന്നുകൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണമെങ്കിൽ പകുതി എടുത്തിട്ട് അങ്ങനെയും ഇതിനെ അരച്ചെടുക്കാം. ഇതാദ്യം ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ നല്ലോണം തിക്ക് തോന്നിയത് കൊണ്ട് 1 കപ്പ് പാൽ കൂടി ഞാൻ പിന്നീട് ചേർത്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പാൽ തിളച്ച് വന്നതിന് ശേഷമാണ്. അപ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിനെ വഴറ്റണം. അപ്പോൾ ആ ടൈമിൽ തന്നെയാണ് ഞാൻ രണ്ടും ഒരേ ടൈമിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പുറത്തെ അടുപ്പിൽ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ഒന്ന് അരച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ ഗോതമ്പായിട്ട് ഫുള്ളായിട്ട് കിടക്കൂല, നല്ലോണം അരിഞ്ഞ പേസ്റ്റ് പോലെ ആയിട്ടും ഉണ്ടാവില്ല. ഒരു കടിക്കാനൊക്കെ പാകത്തിനുള്ളേ അങ്ങനെയാണ് ഉണ്ടാവലുള്ളത്. ഞാൻ ഇപ്പോൾ നെയ്യിൽ വറുത്തെടുത്തതിൻ്റെ നെയ്യാണ് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചൊടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് ഇത്രയേ ഉള്ളൂ പണി. ഇപ്പോഴേക്കും നമ്മൾക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എത്ര എളുപ്പത്തിലല്ലേ ഇത് തയ്യാറാക്കി കിട്ടുന്നുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ണൂരിലും നമ്മുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ആ ഭാഗത്തൊക്കെ ഈ അലീസ കല്യാണത്തിനൊക്കെ ബെസ്റ്റായിട്ടും എന്തായാലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ കാസർഗോഡ് പ്രോപ്പർ ആ സ്ഥലത്തൊന്നും ഇതങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷേ അറബി നാട്ടിലൊക്കെ ഇമാറത്തി ഹരീസായിട്ട് ഇത് വാങ്ങിക്കാനും കിട്ടും. ഇവിടെ അറബ്സൊക്കെ യൂസ് ചെയ്യുന്നതും ഉണ്ടാക്കാറും കഴിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഹരീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്.
എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ ഷുഗർ പൗഡർ ഇട്ടിട്ടാണ്, ഷുഗറും പട്ടയും കൂടി പൊടിച്ചതിട്ടിട്ടാണ് ഇവിടുത്തെ അറബ്സൊക്കെ കഴിക്കാറുള്ളത്. നമ്മൾ ഇതിലേക്ക് വെറും ഷുഗർ മാത്രം ഇട്ടിട്ടാണ് ഇതിനെ കഴിക്കുന്നുള്ളത്. മക്കൾക്കൊന്നും പട്ട പിടിച്ചത് അത്ര ഇഷ്ടമല്ല, അത് കാരണമാണ് വെറും ഷുഗർ മാത്രം ഇട്ടിട്ട് കഴിക്കുന്നുള്ളത് കേട്ടോ. നമ്മൾക്ക് എങ്ങനെയാണോ ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളത് അതുപോലെ നമ്മൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.